ഹലോ ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതാ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ നോമ്പിൻ്റെ ഇടയിൽ ഒരു 20ാമത്തെ നോമ്പാന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ എടുത്ത് വെച്ചതാണല്ലോ. അപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഈദ് പർച്ചേസിന് വേണ്ടിയിട്ട് ടൗണിലേക്ക് പോവാണ്. നോമ്പ് തുറന്നാൽ അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊണ്ട് പിന്നെ ലേറ്റ് ആക്കാൻ പാടില്ലല്ലോ. എന്തായാലും ഷോപ്പ് ഒരു 2 മണി 3 മണി വരെയൊക്കെ ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ എന്നാലും നമ്മൾ ലേറ്റ് ആവരുതല്ലോ. അപ്പം ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തോ? ഇതിന് എന്തൊക്കെ പ്രിപ്പറേഷൻ, എന്തൊക്കെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കണേ. ഞങ്ങൾ ചാനലിൽ ഒരു ഗിവ് അവേ വെച്ചിരുന്നു. 2K ആയിട്ടുണ്ടെങ്കിൽ ഒരു ഗിവ് അവേ കൊടുക്കും എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ എന്തായാലും പെരുന്നാളിൻ്റെ അന്നാണ് വിന്നറെ സെലക്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നത്. നടക്കുമോ ഇല്ലേ അറിയില്ല. അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന ദിവസം, ഏതായാലും ഫസ്റ്റത്തെ പെരുന്നാളിന് അല്ലെങ്കിൽ പിറ്റേന്നത്തെ പെരുന്നാളിന് ഏതെങ്കിലും ദിവസം എന്തായാലും സെലക്ട് ചെയ്യും വിന്നറെ. അപ്പം ഇതുവരെ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ജസ്റ്റ് പേരും പ്ലേസും മാത്രം കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗിവ് അവേൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളിതാ പർച്ചേസ് കാര്യങ്ങൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും പർച്ചേസിങ് ഉണ്ടായിരുന്നു. താത്തൻ്റെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും പർച്ചേസിങ്ങും കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ അന്ന് തീർത്തിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കസിൻ്റെ മാരേജ് ഉണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട്. അപ്പം അതിലേക്കുള്ള ഡ്രസ്സ് പർച്ചേസിങ്ങും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതും പിറ്റേന്ന് എടുക്കാം. ഏതായാലും നാളെയും കൂടി വരണം. എന്തായാലും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നാളെയും കൂടി എന്തായാലും വരണം. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ലൈക്കായിട്ടില്ല. കുറച്ച് കല്യാണമാകുമ്പോൾ കുറച്ചും കൂടി പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റംസ് നോക്കണമല്ലോ. അപ്പോൾ അത് നല്ല കുറച്ച് ടൈം എടുത്തിട്ട് എന്തായാലും നോക്കേണ്ടി വരും. അപ്പം എന്തായാലും പിറ്റേന്ന് എന്തായാലും ഇനിയിപ്പോൾ ഷൂ, ചെരുപ്പ് ഇതൊക്കെ എടുക്കാൻ വരാണ്ട്. അപ്പം നാളെ വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്നത് ബീച്ചിൻ്റെ കൂടെയാണ്. ഞങ്ങൾ ഇറങ്ങാനുള്ള പ്ലാനിലൊന്നും പോയതല്ല. ജസ്റ്റ് കൂടെ പോവാം എന്ന്, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു പോയി കുടുങ്ങിപ്പോയി. കാരണം അത്രയും ബ്ലോക്കായിരുന്നു നമ്മളെ കോതിപ്പാലം ആ ഭാഗത്തൊക്കെ. അവിടെയൊക്കെ തിരിച്ച് പോരാനും പറ്റൂല, മുന്നോട്ടും പോകാൻ കഴിയാത്ത ഫുള്ള് ബ്ലോക്ക്. കാരണം എന്താ, ഫുള്ള് തട്ടുകടായിട്ട് ഉപ്പിലിട്ടത് അങ്ങനത്തെ ഓരോ ഫുള്ളും ഫുഡ് കാര്യങ്ങളായിട്ട് എല്ലാവരും തറാവിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇറങ്ങുകയാണല്ലോ ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫുള്ള് ബ്ലോക്ക് ചെയ്യുന്നു. ഞങ്ങൾ പിന്നെ നിർത്താനൊന്നും നിന്നിട്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പം നെക്സ്റ്റ് വെഡ്ഡിങ് പർച്ചേസിങ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെഡ്ഡിങ്ങിൻ്റെ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.